കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണുവാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണുവാൻ ശ്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർവർണ്ണ കണി കാണാൻ ഇതിലെ ഗോവിന്ദൻ അരികെ വന്നൊരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വർണ്ണം പറഞ്ഞും പാൽ മന്ദസ്മിതവും തൂകിവ കണി കാണുവാൻ കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എല്ലാവർക്കും ദാമോദര മാസത്തിലെ 16-ാം ദിവസത്തിന്റെ ആശംസകൾ. ഗോവർദ്ധനം ലീലയുടെ ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ എല്ലാവർക്കും. All glories to the assembled devotees and humble obeisances to the great mercy of Srila Prabhupada. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സമസ്ത ജീവജാലങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ആരാണ് ശ്രീകൃഷ്ണൻ? ശ്രീകൃഷ്ണൻ ഏത് സമയം നമുക്ക് വേണ്ടി എന്താ പറയാ നമ്മളെ ഓർക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ ഓർത്തില്ലെങ്കിലും നമ്മളെ കുറിച്ച് ഓർക്കുന്ന ഒരേ ഒരു ഭഗവാനാണ് നമുക്കുള്ളത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ. സോ ഇവിടെ സമയം കുറവായ കാരണം ഞാൻ ജസ്റ്റ് 2 ഡിവോട്ടീസിന്റെ സ്റ്റോറീസ് ഞാൻ പറയാം. ബിക്കോസ് നമുക്ക് പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്ന ഡിവോട്ടീസിനെ കുറിച്ച് നമ്മൾ കുറെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പറയാനും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കേൾക്കാനും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഈ റീസെന്റ് ടൈംസിൽ ഉണ്ടായ കുറച്ച് ഡിവോട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മണിലാൽ പ്രഭു എപ്പോഴും എടുത്തു പറയുന്ന ഒരു പേര് പൂന്താനമാണ്. പൂന്താനത്തിന്റെ ഒരു കഥ ഞാൻ പറയാം. പൂന്താനം എപ്പോഴും ഒരു ദാരിദ്ര്യ ഒരു ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഹി വാസ് നോട്ട് വെരി റിച്ച്. പക്ഷെ പൂന്താനം എന്നും ഭാഗവതം വായിക്കാറുണ്ടായിരുന്നു. പൂന്താനം വായിക്കുമ്പോ കുറച്ചു പേര് വന്നിരിക്കും പൂന്താനത്തിന്റെ വീട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ കേൾക്കാനായിട്ട്. പൂന്താനം അത്രയും ഭക്തിയോടെയാണ് ഭാഗവതം വായിക്കുന്നത്. ആ വായന കേൾക്കാൻ വേണ്ടി കുറച്ചു പേര് വന്നിങ്ങനെ ചുറ്റും ഇരിക്കും. അങ്ങനെ ഡെയിലി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം പൂന്താനം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം വരികയാണ് പൂന്താനത്തിന്റെ മൈൻഡില്. പൂന്താനം ഹീസ് വാക്കിംഗ് ടുവേർഡ്സ് ഗോലോക വൃന്ദാവൻ ഓർ ഹീസ് വാക്കിംഗ് ടുവേർഡ്സ് ദിസ് തിങ് യു നോ. അപ്പൊ 2 ദ്വാരപാലകന്മാര് ആ ഡോറില് 2 ദ്വാരപാലകന്മാര് നിൽക്കുന്നുണ്ട്. അപ്പം അവര് പൂന്താനത്തിനെ കാണുമ്പോ ഉടനെ തൊഴും. അപ്പൊ പൂന്താനം പറയും, അയ്യോ നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങളെയാണ് ഞാൻ തൊഴേണ്ടത്. ബിക്കോസ് നിങ്ങൾ ഭഗവാന്റെ യുനോ ഡോർ കീപ്പേഴ്സ് ആണ് എന്ന് പറയുമ്പോ അവര് പറയും, അല്ല ഞങ്ങള് പൂന്താനം കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ കാരണോ? അപ്പൊ പറഞ്ഞു, ഞങ്ങള് പൂന്താനത്തിന്റെ വീടിന്റെ മുന്നിലെ 2 വാഴ മരങ്ങളായിരുന്നു. അത് ഞങ്ങള് ഇന്നലെ മോക്ഷം കിട്ടി, ഭാഗവതം കേട്ട് ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. അപ്പം വി ആർ ഓൾ താങ്ക്സ് ടു യു എന്ന് പറഞ്ഞു. അപ്പൊ പൂന്താനം എന്നിട്ട് പെട്ടെന്ന് ഉറക്കത്തിന്ന് എണീറ്റിട്ട് വേഗം പോയിട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോ 2 വാഴമരം ഇങ്ങനെ വീണ് കിടക്കണം. യുനോ, സോ ദിസ് വാസ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി ആണ് ഇത്. ആൻഡ് വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട് പൂന്താനത്തിന്റെ. ദാറ്റ്
പല സ്റ്റോറീസ് ഉണ്ട്. അതില് വേറൊരു സ്റ്റോറിയും കൂടെ എന്താന്ന് വെച്ചാൽ പൂന്താനത്തിന്റെ വൈഫ് ശരിക്കും ഷി വാസ് നോട്ട് എ ബിഗ് ഡിവോട്ടി ഓർ എനിത്തിങ്. അപ്പൊ പൂന്താനം ഈ ചെയ്യുന്നതൊക്കെ യുനോ വൈഫിന് ഒരു ഭ്രാന്തായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഈസ് തിങ് എന്താണ് ഈ മനുഷ്യൻ എപ്പോ നോക്കിയാലും ഈ ഭഗവാന്റെ പേരിങ്ങനെ വിളിച്ചിങ്ങനെ നടക്കുന്നു യുനോ എന്നാണ്. ഇപ്പൊ പ്രഭുപാദയുടെ വൈഫും അങ്ങനെ ആയിരുന്നു യുനോ. സോ ഷീ ഈവൻ സോൾഡ് എന്താണ് ഭഗവത്ഗീതയും പ്രഭുപാദ എഴുതിയ പേപ്പേഴ്സ് എല്ലാം വിറ്റിട്ട് ചായപ്പൊടി വാങ്ങിക്കാനായിട്ട് വിറ്റ ഒരാളാണ് പ്രഭുപാദസ് ധർമ്മപത്നി. അപ്പൊ ഇതേപോലെ തന്നെ പൂന്താനത്തിന്റെ വൈഫിന് അതിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഫൈനലി അവരുടെ വീട്ടിലൊരു മെയ്ഡ് സെർവന്റ് ഉണ്ടായിരുന്നു. ആ സെർവന്റിന് ഭയങ്കര വിശ്വാസമായിരുന്നു. പൂന്താനം വലിയൊരു ഡിവോട്ടിയാണ്. പൂന്താനം പറയണതെല്ലാം ആ മെയ്ഡ് സെർവന്റ് ഇങ്ങനെ യുനോ കാതോർത്തിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഫൈനലി വാട്ട് ഹാപ്പൻഡ് വാസ് ഒരു മിനിറ്റ് തീരാറായി. ഹരേ കൃഷ്ണ, നമ്മള് എന്ത് ചെയ്തിട്ട് വീണ്ടും കയറുന്നതല്ലേ വൃത്തി. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്. പ്ലീസ് ദയവായി ക്ഷമിക്കണം. വീണ്ടും ഒന്ന് കയറിയാൽ കൊള്ളാം എല്ലാവരും പെട്ടെന്ന്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.